മക്കളെ എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കണ്ടില്ലേ, ഒരു ചെറുനാരങ്ങയുടെ അച്ചാറാണ്. നമ്മൾ വിനാഗിരി ചേർക്കാതെ നല്ലെണ്ണയ്ക്കകത്ത് കയ്പ്പ് അനുഭവപ്പെടാത്ത രീതിയിൽ നല്ല രീതിയിൽ പ്രത്യേക ചേരുവകളൊക്കെ ചേർത്ത് പ്രത്യേക രീതിയിൽ തയ്യാറാക്കിയിരിക്കുന്നതാണ് മക്കളെ. ഒരു വർഷം വരെ ഇത് കേടാകാതെ നമ്മുടെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചിട്ട് നമുക്ക് ഉപയോഗിക്കും. ഈ അവസരത്തിൽ മക്കളെ എൻ്റെ ചാനൽ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ലൈക്കും കമൻറ്റും ആദ്യമായിട്ട് കാണുന്ന മക്കൾ സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ മക്കളെ. അപ്പോൾ നമുക്ക് ഈ രുചികരമായിട്ടുള്ള ഈ അച്ചാർ എങ്ങനെ തയ്യാറാക്കിയിരിക്കുന്നത് നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 1.5 കിലോയുടെ നാരങ്ങയാണ്. ഞാൻ എടുത്തതല്ല, ചേട്ടൻ്റെ മോൻ വാങ്ങിച്ചതാണ്. അവന് ഗൾഫിൽ കൊണ്ടുപോകാനായിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ വെള്ളത്തിലിട്ട് തിളപ്പിക്കാൻ, കഴുകിയെല്ലാം വെള്ളത്തിലിട്ട് തിളപ്പിക്കാൻ വേണ്ടിയാണ് വെച്ചേക്കണം. അപ്പോൾ നമ്മുടെ തിളച്ച് വെന്തിട്ടുണ്ട്, പകുതി വെന്തിട്ടുണ്ട്. കൈ പറയാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ വേവിക്കുന്നത്. എന്നിട്ടെല്ലാം വെന്തിട്ടുണ്ട്. ഞാനിത് ഇങ്ങനെ അരിപ്പ വെച്ച് കോരി എടുക്കുകയാണ്. അപ്പോൾ എല്ലാം വെന്തിട്ടുണ്ട്. നമ്മളിത് ആവി കളയാനായിട്ട് നമ്മൾ വെച്ചിരിക്കണം. കുറച്ചൊക്കെ പൊട്ടിയിട്ടുണ്ട്, പൊട്ടാതെ സൂക്ഷിക്കണം, പൊട്ടിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതെല്ലാം തോർന്നതിന് ശേഷം ഇതെല്ലാം തോർന്നിട്ടുണ്ട്, ചെറുതൊക്കെ പൊട്ടിയിട്ടുമുണ്ട് കേട്ടോ. അതൊന്നും കുഴപ്പമില്ല, നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ നമ്മളിനി ഇതൊന്നും നമുക്കിതൊന്ന് എണ്ണയ്ക്കകത്തിട്ടൊന്ന് മൂപ്പിച്ച്, നല്ലെണ്ണയാണ് ഉപയോഗിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഇതിലേക്ക് നമ്മളൊരു 50 ഗ്രാം നല്ലെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ഈ നാരങ്ങയെല്ലാം കൂടെ വാരിയിട്ട് ഒന്നും കൂടെ നമ്മളിതിൻ്റെ വെള്ളമെല്ലാം പോകാനും അതുപോലെ നിന്നും മൂത്തും കിട്ടാനും കൈപ്പറിയാതിരിക്കാനും നല്ല ടേസ്റ്റ് കിട്ടാനും വേണ്ടിയാണ് നമ്മളിങ്ങനെ എണ്ണയ്ക്കകത്ത് നിന്ന് മൂപ്പിച്ച് വഴട്ടി എടുക്കുന്നുണ്ട്. അപ്പോൾ തന്നെ ഇത് നല്ലതുപോലെ വെന്തും ഇരിക്കും. അപ്പം ഇതെല്ലാം നല്ല രീതിയിൽ വഴട്ടി എല്ലാം നന്നായിട്ട് വെള്ളമെല്ലാം മഴയെല്ലാം മാറി പറ്റി വന്നിട്ടുണ്ട്. നമ്മൾ അച്ചാറൊക്കെ ഇടുമ്പോൾ വെള്ളമായി ഒട്ടും തൊടിക്കാതിരിക്കുമെങ്കിൽ നമ്മുടെ അച്ചാർ ഒരിക്കലും കേടാവത്തില്ല, എത്ര കാലം വേണം ഇരുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ നാരങ്ങയെല്ലാം നല്ല എണ്ണയ്ക്കകത്ത് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതെല്ലാം തണുത്തിട്ടുണ്ട്, കണ്ടില്ലേ, തണുത്ത് ചൊങ്ങി ഇതങ്ങ് കണ്ടില്ലേ, പൊട്ടിയൊക്കെ ഒലിച്ചു ഒന്നുമില്ല. നമ്മളിനി വറുത്ത എണ്ണ ഉപയോഗിക്കത്തില്ല കേട്ടോ. അപ്പോൾ നമ്മളിനി ഇത് വറുത്ത എണ്ണ ഉപയോഗിക്കത്തില്ലെന്ന് ഞാൻ പറഞ്ഞത്. ഇത് ഞാനിങ്ങനെ നടുക്കൂടെ പിളർന്നിട്ട് ഇതേ രീതി രണ്ടായിട്ട് അങ്ങനെ 4ആയിട്ട് ഈ നാരങ്ങയെല്ലാം കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഇതേ രീതിയിൽ കട്ട് ചെയ്യും. എന്നാലേ നമുക്ക് ഇതിനകത്തിൻ്റെ എരിയും പുളിയും എരിയും ഉപ്പും ഒക്കെ പിടിക്കത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ ഒരെണ്ണം കൂടെ ഞാൻ കട്ട് ചെയ്ത് കാണിക്കാം. അപ്പോൾ എല്ലാം നമുക്കിതേ രീതിയിലിങ്ങ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാം നല്ല കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മളിതിനകത്ത് ചേർക്കാനുള്ള മസാലകളൊക്കെ അങ്ങ് ചേർക്കുകയാണ് കേട്ടോ. ഇതിനകത്ത് പിടിക്കാൻ വേണ്ടി, പിടിച്ച് കഴിയുമ്പോൾ നല്ല ടേസ്റ്റുമാണ്, കയ്പും അറിയത്തില്ല. പുളി എന്തായാലും നാരങ്ങയ്ക്ക് പുളിയാണല്ലോ. അപ്പം ഞാനിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 2 ടേബിൾ സ്പൂൺ കണക്കാക്കി മുളക് പൊടി, അതായത് എരിവില്ലാത്ത മുളകാണ് ഞങ്ങളൊക്കെ ഉപയോഗിക്കാറ്. അതിൻ്റെ എരിവ് മതി, നല്ല എരിവെങ്കിൽ തന്നെ നല്ല എരിവാണ്. അപ്പോൾ ഇതിനകത്ത് പിന്നെ ബാക്കി 1 ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്ത് നമ്മൾ നന്നായിട്ട് കൂട്ടി ഇളക്കി യോജിപ്പിച്ച് നമുക്ക് എത്ര മണിക്കൂർ വേണമെങ്കിലും വെക്കാം കേട്ടോ. ഞാനിപ്പോൾ 1 മണിക്കൂറേ വെക്കുന്നുള്ളൂ, നമുക്ക് സമയമില്ലല്ലോ. അപ്പോൾ തന്നെ നമ്മളിത് വെന്തതായതുകൊണ്ട് ഇതിലേക്ക് എരിവും ഉപ്പും ഇതിൻ്റെ മസാലകളെല്ലാം നന്നായിട്ട് പിടിക്കും. നമ്മൾ ഉലുവാപ്പൊടി ലാസ്റ്റേ ചേർക്കത്തുള്ളൂ, കാരണം വറുത്ത് പൊടിച്ചതായതുകൊണ്ട് ലാസ്റ്റ് ഉലുവാപ്പൊടി ചേർക്കത്തുള്ളൂ. അപ്പോൾ ഇതെല്ലാം കൂട്ടി യോജിപ്പിച്ച് നമ്മൾ മാറ്റി 1 മണിക്കൂറാണ് ഞാൻ വെച്ചത്. അപ്പം നമ്മൾ 1 മണിക്കൂർ കഴിഞ്ഞു. ഇനി നമ്മൾ ഉരുളി അടുപ്പേ വെച്ച്, ഉരുളിയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇതിലേക്ക് ഒരു 300 ഗ്രാം വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. 1.5 കിലോ നാരങ്ങയാണല്ലോ, 300 ഗ്രാം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് ഞാൻ കടുക് ഇടുന്നുണ്ട്. 1 ടീസ്പൂൺ കടുകാണ് നമ്മൾ എണ്ണ ചൂടാകുമ്പോൾ ചേർക്കുന്നത്. കടുക് നന്നായിട്ട് പൊട്ടണമല്ലോ, പൊട്ടിയതിന് ശേഷം നമ്മൾ ഇതിനകത്ത് വേറെ എന്തും ഇടാൻ പാടുള്ളൂ, അല്ലെ കടുക് പൊട്ടത്തില്ല കേട്ടോ. അപ്പോൾ കടുവെല്ലാം പൊട്ടിയപ്പോൾ ഞാൻ അതിലേക്ക് കറിവേപ്പില കുറച്ചിട്ട് കൊടുത്ത്, എന്നിട്ട് നമ്മളിതിലേക്ക് ചെറിയ നീളത്തിൽ സ്ലൈസസ് ആയിട്ട് നമ്മളിതിനകത്ത് പച്ചമുളക് ചേർക്കത്തില്ല കേട്ടോ, അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ഒരു ഇഞ്ചി
നല്ല സ്ലൈസായിട്ട് അരിഞ്ഞെടുത്തതാണ്. ഇഞ്ചി നമ്മൾ എല്ലാ അച്ചാറും വെക്കുമ്പോഴും ആദ്യം നമ്മൾ ഇഞ്ചി ഇട്ട് മൂപ്പിക്കണം. ഇഞ്ചിക്ക് നല്ല മൂപ്പുണ്ട്. ഇത് നന്നായിട്ട് മൂത്തില്ലെങ്കിൽ നമ്മുടെ അച്ചാറിനകത്തിരുന്ന് കനയ്ക്കാനുള്ള സാധ്യതയുണ്ട്, അതിൻ്റെ വെള്ളമയം. അപ്പോൾ ഇത് നന്നായിട്ട് മൂത്ത് ക്രിസ്പി ആവണം ഈ നമ്മുടെ ഈ ഇഞ്ചി. അപ്പോൾ അത് നന്നായിട്ട് മൂക്കാൻ വേണ്ടിയാണ് നമ്മൾ ആദ്യം ഇത് ഇഞ്ചി ഇട്ട് മൂപ്പിക്കുന്നത്. പിന്നെ നമ്മുടെ വെളുത്തുള്ളി പുറമേ മൂത്താൽ മതി, നമ്മൾ ഉള്ളില്ലല്ലോ, അതിങ്ങനെ ഒരേ രീതിയിലിരിക്കുന്നതാണല്ലോ, ഉണ്ടയായിട്ടിരിക്കുന്നതാണല്ലോ. അപ്പോൾ നമ്മളിത് നമ്മുടെ ഇഞ്ചിയെല്ലാം നന്നായിട്ട് ക്രിസ്പി ആയിട്ട് മൂത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ആ വെളുത്തുള്ളിയും കൂടെ അങ്ങ് ഇട്ട് കൊടുത്തു, ബാക്കിയുള്ള കറിവേപ്പില ഇട്ട് കൊടുത്തു. നമ്മളിനി നന്നായിട്ടിത് ആ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ മൂത്ത് നല്ല മണം വന്നതിന് ശേഷം നമ്മളിതിലേക്ക് നമ്മുടെ മസാലയൊക്കെ പുരട്ടി വെച്ചിരിക്കുന്ന 1 മണിക്കൂർ ഫുള്ളും കുറച്ചുകൂടെ സമയം എടുത്തു കേട്ടോ, അതങ്ങിട്ട് കൊടുക്കുവാണ് നമ്മുടെ നാരങ്ങ. ഇപ്പം തന്നെ ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ നല്ല ഉപ്പും പുളിയെല്ലാം പിടിച്ചിട്ടുണ്ട്. ഉപ്പും പുളിയല്ല, എരിവ്. അപ്പം ഇതെല്ലാം ഇങ്ങനെ കൂട്ടി യോജിപ്പിച്ച് ആ എണ്ണയ്ക്കകത്ത് കിടന്ന് ഈ മസാലയോടുകൂടി തന്നെ നമ്മുടെ നാരങ്ങ നന്നായിട്ട് മൂത്ത് നമ്മുടെ ആവശ്യത്തിന് എണ്ണ ചേർക്കുക. എണ്ണയെന്ന് പറയുമ്പോൾ നമ്മുടെ ആരോഗ്യത്തിന് വളരെ ഗുണമുള്ള ഒരു ഓയിലാണ് നല്ലെണ്ണ, എള്ളെണ്ണ എന്ന് പറയും, എള്ളെണ്ണയാണിത്. അപ്പോൾ ഇത് നമ്മൾ എത്ര ഉപയോഗിച്ചാലും നമുക്ക് നമ്മുടെ ആരോഗ്യത്തിന് കുഴപ്പമൊന്നുമില്ല. പിന്നെ എണ്ണ എത്ര കാലം ഇരുന്നാലും അത് കനയ്ക്കത്തുമില്ല. വെളിച്ചെണ്ണയ്ക്കകത്തൊക്കെ ചെയ്താൽ അധികം നാൾ ഇരിക്കത്തില്ല, വെളിച്ചെണ്ണ കനച്ചു പോകും. അപ്പോൾ നമ്മളിത് നന്നായിട്ടിങ്ങനെ ഈ എണ്ണയ്ക്കകത്തിട്ട് ഈ നമ്മുടെ ഈ ഗ്രേവിയും ഈ നാരങ്ങയും എല്ലാം കൂടെ നന്നായിട്ട് അങ്ങ് മൂപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. എന്താ ടേസ്റ്റാണെന്നറിയാമോ? നമുക്കിപ്പോൾ തന്നെ ഇത് കഴിക്കാം, കാരണം അതുപോലെ നല്ലപോലെ വെന്തിട്ടുമുണ്ട്, മസാലകളൊക്കെ ഇതിനകത്ത് പിടിച്ചിട്ടുമുണ്ട്. നമ്മളിനി ഇതെല്ലാം കൂട്ടി യോജിപ്പിച്ചൊക്കെ കഴിയുമ്പോൾ ഞാൻ ശർക്കര ഉരുക്കി അതിൻ്റെ കരടൊക്കെ മാറ്റിയിട്ട് ഞാൻ ഉരുക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ഒരു വലിയ നാരങ്ങ വലിപ്പത്തിൽ ഞാൻ ശർക്കര ചേർക്കുന്നുണ്ട് കേട്ടോ. ഒരു നാരങ്ങയുടെ വലിപ്പം, കാരണം 1.5 കിലോ നാരങ്ങയാണല്ലോ. പിന്നെ കുറച്ച് ഉപ്പൂടെ ഞാൻ ചേർത്ത്, 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത്. നമ്മൾ ഈ പുളിയുള്ള വസ്തുക്കൾക്കൊക്കെ ഒത്തിരി ഉപ്പ് ചേർക്കണം. അതുകൊണ്ടാണ് നമ്മൾ പുളിയുള്ള വസ്തുക്കൾ അധികം അച്ചാർ ഉപയോഗിക്കരുതെന്ന് പറയുന്നത്. കാരണം ഉപ്പ് ഒത്തിരി നമ്മുടെ ഉള്ളിൽ ചെല്ലും, മനസ്സിലായി. ഒരു നാരങ്ങയ്ക്കകത്ത് ഒത്തിരി ഉപ്പ് പിടിക്കും അത്. അപ്പോൾ ആ ഒരു നാരങ്ങ നമുക്ക് ചോറ് കഴിക്കാം, കഞ്ഞി കുടിക്കാം, ചെയ്യാം. അപ്പം നാണ്ട ഞാൻ അതിലേക്ക് ശർക്കര ഇട്ട് കൊടുക്കുവാണ്. ഉരുക്കിയിട്ട് അതിൻ്റെ കരടൊക്കെ കളഞ്ഞേച്ച് ഞാൻ അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ. എന്നിട്ട് ഇത് ഇട്ടതിന് ശേഷം നമ്മൾ കുറച്ചും കൂടെ ഇതാണ്, കാരണം ഒരു നാരങ്ങ വലിപ്പത്തിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കുറച്ചും കൂടെ ചേർക്കുന്നുണ്ട് അത്. അപ്പം നമ്മുടെ ഈ പിന്നെ ശർക്കരയെല്ലാം അലിഞ്ഞ് ഇതിനകത്ത് ചേർന്നിട്ടുണ്ട്. അപ്പം നമ്മൾ എണ്ണയ്ക്കകത്താണ് ഇത് കിടക്കുന്നത്, മുങ്ങി കിടക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ കണ്ടില്ലേ, ബാക്കി ശർക്കരയും കൂടെ ഞാൻ ഇട്ട് കൊടുത്തത്. അപ്പം ഈ ഉപ്പും എരിവും എല്ലാം ഒന്ന് ബാലൻസ് ചെയ്ത്, കയ്പും ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ ശർക്കര ചേർക്കുന്നത്. അങ്ങനെ ചേർത്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ ചേർക്കണം എല്ലാവരും. നമ്മൾ കയ്പ് അറിയാതിരിക്കാൻ വേണ്ടി, കയ്പും പുളി ബാലൻസ് ചെയ്യാൻ വേണ്ടി നമ്മളങ്ങനെ ചേർക്കും. ഇനി നമുക്ക് നമ്മുടെ ഉലുവ പൊടി ചേർക്കാം. കാരണം നമ്മൾ ഈ വറുത്ത് പൊടിച്ചതായതുകൊണ്ട് നമ്മൾ ഇതിനകത്ത് ഉലുവാപ്പൊടി ഈ സമയത്താണ് നമ്മൾ ചേർക്കുന്നത്. കാരണം അല്ലെങ്കിൽ ഇത് വീണ്ടും എണ്ണയ്ക്കകത്ത് കിടന്ന് മൂത്ത് കരിഞ്ഞു പോകില്ലേ. അതുകൊണ്ട് ഞാൻ 1 ടീസ്പൂൺ കണക്കാക്കി അതിൽ കുറച്ചേ എടുത്തിട്ടുള്ളൂ. കൂടുതലായാൽ കൂടുതൽ കയ്പ് വരും, അത് നാരങ്ങായി കയ്പ് ഒക്കെ ആണല്ലോ. അപ്പം ചേർത്തിട്ടുണ്ട് മക്കളെ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിശ്വസിക്കുന്നു കേട്ടോ എൻ്റെ ഈ റെസിപ്പി. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഇതേ രീതിയിൽ ചെയ്ത് നോക്കുക. എന്നിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം എന്ന് ഞാൻ പറഞ്ഞല്ലോ മക്കളെ. അപ്പോൾ അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.